സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഞങ്ങൾ ഈ കേക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു സിനിമയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നു. അപ്പൊ വിളിക്കല്ലേ ബ്രോസ്, ഇത് നമ്മുടെ പടമാണ്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് അടിക്കണം. യൂത്തിന്റെ പടമാണ്. പിന്നെ ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കുന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസർ എന്ന ഞങ്ങളുടെ സ്വന്തം മുതലാളി, പിന്നെ ഞങ്ങളുടെ കഥ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, പിന്നെ ഞങ്ങളുടെ സ്വന്തം ബ്രോസ് എല്ലാവർക്കും ഞങ്ങളുടെ ഉമ്മ ഉമ്മ ഉമ്മ. അതെ, അടുത്ത ലൈവ് ഈ സ്ക്രിപ്റ്റ് തീർന്നതിന് ശേഷം. ഓക്കെ 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 ഓക്കെ. അളിയാ, പൊളി പൊളി പൊളി. കമന്റ് കൊണ്ട് അഭിഷേകം എന്നൊക്കെ പറഞ്ഞാടണ്ട. നോക്കി. ആഹാ, 1 മണിക്കൂർ കൊണ്ട് 1000 ഷെയർ. നമ്മള് വൈറലായി മോനെ. നാളെ മുതൽ ഒരു പൊളി പൊളിക്കണം നമുക്ക്. നീ ഫോണോട് വെച്ച് നീയോട് വെക്ക്. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ. എന്നാൽ ഇനി മുതൽ ഞാനും സീരിയസ് ആണ്. അങ്ങേർക്ക് എന്നെ പ്രാന്താണോ? അതാണ് എനിക്ക് മനസ്സിലാവത്തത്. അല്ലടാ, ഇനി നമ്മളെ കൊണ്ട് വല്ല മാമാപ്പണിയും ചെയ്യിപ്പിക്കൂടാ. എനിക്കാണെങ്കിൽ പെണ്ണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ലേ? ഉണ്ട്, എന്നാലും ഒരുപാടൊന്നുമില്ല. ഞാനൊരു മീറ്റൂലും വിടാൻ സാധ്യയില്ല. എന്നാലും ചെയ്യാത്ത കാര്യം ചീത്തപ്പേര് വന്നാലേ ഒന്നും ആ സാധ്യതയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എത്ര പേർ കിട്ടിയനെ. ഇത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാവോ? അതിനു വേണ്ടി നമ്മൾ സിനിമയിൽ എന്ത് കോപ്പാണ് ചെയ്തത്? ഇടാ, പണി അറിയാവുന്ന എത്രയോ പേര് വെളിയിലുണ്ട്. അവർക്കാണെങ്കിൽ പ്രൊഡ്യൂസറെ കിട്ടൂല. പണി അറിഞ്ഞുകൂടാത്തവർക്ക് ഇഷ്ടംപോലെ പ്രൊഡ്യൂസറേയും കിട്ടും. എനിക്കെന്തോ ഒരു ചെറിയ പന്തികേട് തോന്നുന്നുണ്ട്. പിന്നെ എത്ര പടം നമ്മൾ പ്രൊമോട്ട് ചെയ്തതാ. അതിനകത്ത് വല്ല വെൽവിഷന്മാരുമാണെങ്കിലോ? അത് മാത്രമല്ല, വിളിച്ചു പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോൾ ബാധിക്കുക. ബാദുഷൊക്കെ വിളിച്ച് പറഞ്ഞോണ്ട് എനിക്ക് വിശ്വാസമായി. എന്നാലും ജനങ്ങൾ നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. 2500 ലൈക്ക്. അല്ല, ഇതിനിപ്പോ വല്ല കള്ളനോട്ട് മാറ്റാനുള്ളവരുടെയാണോ? അങ്ങനെയാണെങ്കിൽ CDM 9,000 ഇട്ടപ്പോ പിടിക്കില്ലേ? അതപ്പോ വാട കൊടുക്കണ്ടേ? അത് അല്ല, ഇവ എന്നൊന്നും മിണ്ടാത്തത്. വല്ലതും പറ. എനിക്കൊരു സംശയമുണ്ട്. അല്ല, സംശയമല്ല, അത് തന്നെ ആയിരിക്കും മിക്കവാറും കാര്യം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബ്ലാക്ക് മണി വെളുപ്പിക്കാനായിട്ടുള്ള പരിപാടിയായിരിക്കും. മനസ്സിലായോ? കള്ളപ്പണം വെളുപ്പിച്ച് പടം പിടിക്കല്. അല്ല, അവന്മാരെങ്ങനെയെങ്കിലും പടം പിടിക്കട്ടെ. പക്ഷെ നമുക്ക് പടം നടക്കണം, ഹിറ്റ് ആവണം. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള അല്ലെ. ഞാൻ കടിച്ചേ. പിന്നെ ഒരു കാര്യം, നാളെ മുതൽ ഒരാഴ്ചക്കുള്ളിൽ സ്ക്രിപ്റ്റും കംപ്ലീറ്റ് ചെയ്ത് ആർട്ടിസ്റ്റിന് ഡേറ്റ് കൊടുത്ത് ഷൂട്ടും ചാർട്ട് ചെയ്ത് നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ കൂടി സൂപ്പർ ഹിറ്റ് പടത്തിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് എന്നുള്ള ദാഷ്ടി ഭാവത്തിൽ ഈ റോട്ടിൽ കൂടി ഞെളിഞ്ഞ് നടന്നില്ലെങ്കിൽ എന്റെ പേരിന്റെ പാലടല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംവിധാനം ചെയ്യുന്നല്ലേ പടം ഇറങ്ങണതിന് മുമ്പാ. ഈ സിദ്ദീഖ് സാറ് പറയും പോലെ പടം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂടാ. നമ്മളെ കൈക്കൊന്നും എനിക്കൊന്നുമില്ല. അല്ലെങ്കിൽ ആൾക്കാരെ നമ്മളെ ട്രോളി കൊല്ലും. എനിക്കത് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. ഏതായാലും നനഞ്ഞു. ഇനിയിപ്പോ കുളിച്ച് കയറാം. ചെയ്തില്ലെങ്ങനെ അതിലും വലിയ ശോഭവും കാര്യങ്ങള്. സംഭവം ശരിയാണ്ട. അതിനിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. തിയേറ്ററിൽ അത്യാവശ്യം ആളും കയറി തുടങ്ങി. ഇറങ്ങിയ പടങ്ങൾക്കൊക്കെ കുഴപ്പമില്ലാത്ത അഭിപ്രായമുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പക്കാർ കൊളുത്തിയതാണേ. അത് ശരിയാണ്. അതിലും കാര്യമില്ല. എടാ, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ എനിക്ക് ഏകദേശം ഒരു 10-25 നമ്പർ ഇന്ന് മിസ് കോൾ ഉണ്ടായിരുന്നു. അറിയാൻ പാടാത്ത നമ്പർ ഞാൻ എടുത്തില്ല. പക്ഷെ കോൾ ഇപ്പോഴും വന്നോണ്ടിരിപ്പുണ്ട്. ആണോ? എങ്കിൽ എടുക്കാല്ലേ? ഹലോ, എന്താടോ നിനക്കൊക്കെ ഫോൺ വിളിച്ചെടുക്കാൻ ഒരു വിഷമം? താൻ ആരാടോ? ഇത് ആലുവ സി നിരഞ്ജൻ. നീയൊക്കെ ആളറിഞ്ഞാലേ ഫോൺ എടുക്കത്തുള്ളൂ. നിനക്കൊക്കെ എന്താ ഒരു കള്ളത്തരം? ഫോൺ എടുത്ത് സംസാരിക്കാൻ എന്താ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? സാർ, എന്താ സാർ പ്രശ്നം? നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വിട്ടില്ലേ, അതിനെപ്പറ്റി സംസാരിക്കാനാ. നീയൊക്കെ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഞങ്ങൾ അങ്ങോട്ട് വരാം സാർ. എന്നാൽ ഞങ്ങൾ 4 മണി വരെ എറണാകുളത്തുണ്ടാവും. വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാ മതി. ഓക്കെ സാർ, ഞങ്ങൾ വന്നേക്കാം. പിള്ളേര് പുലികളാണല്ലോ ചെയ്യാനെന്താ.
ശരിയാണ് സാറേ. നീ ആ ലൈവിനിടയ്ക്ക് വല്ല തെറിയും പറഞ്ഞു. എടാ ഞാൻ ആ സിദ്ധാർത്ഥിനെ കുറിച്ച് പറഞ്ഞത് ലൈവിലാണോടാ? അല്ലല്ല. ഇനി ആ കാശിന്റെ കാര്യം വല്ല വിഷയാവൂ? ഇനി ലൈവ് എന്നൊക്കെ പറഞ്ഞ പോലീസുകാരെ നമ്മളെ പറ്റിക്കണാണോ? അല്ല, എനിക്കൊരു സംശയം. നമുക്കൊരു കാര്യം ചെയ്യും, ആ പൈസ എടുത്തോണ്ട് പോവാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തീർക്കാലോ. അങ്ങനെയാണെങ്കിൽ 2 ജോഡി ഡ്രസ്സും കൂടെ എടുത്തോണ്ട് പോകണം. അതെന്തിന്? ജയിലല്ലേ പോണേ, മാറി മാറി ഉടുക്കണ്ടേ? ഒന്നും പേടിക്കണ്ട, അവിടെ ഇഷ്ടം പോലെ ഉടുപ്പുണ്ടാവും. മാറി മാറി ഉടുക്കാം. മാറി മാറി ഉരുട്ടാതിരുന്നാ മതിയായിരുന്നു. ഞാനെന്താ നമ്മൾ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? അവരെത്തിയില്ലേ? എത്തിയില്ലേ അവന്മാര്? സാർ വാടാ, ദാ ഇതാണ് പാർട്ടിയിൽ. നമസ്കാരം സാർ. ഞാൻ CI നിരഞ്ജൻ. സാറേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. നിങ്ങളല്ലേ ലൈവ് വിട്ടത്? സാറേ, അത് പിന്നെ പെട്ടെന്നുള്ള ആവേശത്തിൽ ചെയ്തു പോയതാ. ആ ആവശ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? പറയടാ. സാറേ, അറിയാതെ ചെയ്തു പോയതാ, ഇനി ചെയ്യില്ല. നിങ്ങൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? സത്യമാണ് സാർ. ഞങ്ങൾക്ക് അബദ്ധത്തിലൊരു പ്രൊഡ്യൂസറിനെ വീട് കിട്ടിയായിരുന്നു. അതിന്റെ സന്തോഷത്തിൽ ചെയ്തു പോയത്. ഞങ്ങളുടെ കൈക്ക് വെറുതെ പണിയുണ്ടാക്കരുത്. സാറേ, ഞങ്ങളാരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. ആ പ്രൊഡ്യൂസർ കുറച്ച് കാശ് തന്നപ്പോൾ വേറൊന്നും നോക്കിയില്ല, ചാടിക്കരങ്ങ് മേടിച്ചു. വേണമെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കാം സാർ. സാർ, വീഡിയോ വേണം, ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ആ അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്. അതെ സാറേ. ഇത് SI ജയാനന്ദ് നല്ലൊരു കലാകാരനാണ്. അങ്ങേർക്ക് പറ്റിയ ഒരു റോൾ കൊടുക്കണം. പിന്നെ വേതാളം നക്കിയ വവ്വാൽ എന്ന നാടകം കണ്ടിട്ടുണ്ടോ? അതിലെ അഭിനയത്തിന് പാലിയേക്കര ഗ്രാമത്തിലെ 3 വർഷത്തെ അവാർഡ് എനിക്കാണ് കിട്ടിയത്. കൊറോണ വന്നതോടെ പിന്നെ കളിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് പറ്റിയ റോള് കരുതി വെക്കണം. ഇത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഹാപ്പി അല്ലേ? അപ്പൊ എന്റെ നമ്പറും കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. മറക്കാതെ വിളിച്ചേക്കണം. പിന്നെ ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും വേഷം തന്നേക്കരുത്. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയെന്ന വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഞങ്ങളും മറന്നിരിക്കും. അറിയാം സാർ. ഓർമ്മ വേണം, മറക്കണ്ട. എന്നാ ചെല്ല്. ഞാനൊന്ന് നിന്നെ. എന്താടാ ഇതിന്റെ ഉള്ളിൽ കാശാണോ? പൈസയാണ് സാർ. ഇപ്പോഴത്തെ കാലത്ത് പിടിച്ചുപറിക്കാരും പോക്കറ്റടിക്കാരും ധാരാളം ഉള്ള സ്ഥലമാണിത്. ഈ കാശ് പോയാലും നമ്മുടെ ഷൂട്ടിംഗ് നടക്കുമോ? നീ കാശ് ഭദ്രമായി പോക്കറ്റിൽ വെക്ക്. ഇനി പോയിക്കോ. സാർ, ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടട്ടാ. അഭിനയിക്കാൻ വരുമ്പോ ഇതൊന്നും കാണില്ല. പിന്നെ നായക വേഷമാണെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ, നമുക്ക് തകർക്കാന്നേ. പിന്നെ ഞാൻ ലൊക്കേഷനിലുണ്ടെങ്കിലേ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ സീ പോയി കണ്ടില്ലേ? നിങ്ങൾ ചെല്ലുന്നേ ചോദിക്കാൻ നിൽക്കുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. കാണാം. നമസ്കാരം. ഞാൻ കാത്തിരിക്കും. എന്റെ മുത്തേ, എന്റെ നല്ല ജീവനങ്ങൾ പോയടാ. പിന്നെ ആ SI പിന്നെയും നമുക്ക് പറഞ്ഞു കൊടുക്കാം. മറ്റേ പുള്ളിയില്ലേ SI, ആ വേതാളം നക്കിയ വവ്വാല്, അയാളെ കാണുമ്പോൾ തന്നെ പേടിയാവുണ്ട്. അയാൾക്കൊരു വേഷം കൊടുത്ത കൈയൊക്കെ കണ്ടില്ലേ? ഒരു ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഇതുപോലെ ഇരിക്കണത്. ഏതാണ്ടൊരു പടത്തില് വെടിയൊക്കെ കൊണ്ട് ഇങ്ങനെ സെൽഫി എടുത്തോണ്ട് നിൽക്കുന്നത്. അർണോൾഡ് ഷ്വാർസ്നെഗർ. അത് അയാള്. ഇത് അർണോൾഡ് ശിവശങ്കര പിള്ള. അയ്യോ, ഇത് പിന്നെ പുതിയ നമ്പർ.